സുഹൃത്തുക്കളെ, പല ആൾക്കാരും ഇപ്പോൾ എനിക്ക് തെറി പറയുന്നത് ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി വാദിക്കുന്നു. മോഹൻലാലിനല്ല ഈ അവാർഡ് കിട്ടുന്നത്, മമ്മൂട്ടിക്കാണ്. മോഹൻലാലിനല്ല ഈ അവാർഡ് കിട്ടുന്നത്, അത് കമൽഹാസനാണ്. മോഹൻലാലിനല്ല ഈ അവാർഡ് കിട്ടുന്നത്, അത് നമ്മുടെ മധുസാറിനാണ് എന്ന രീതിയിലൊക്കെ ഞാൻ തീവ്രമായിട്ട് വാദിക്കുന്നു എന്ന രീതിയിലൊക്കെ പല ആൾക്കാരും എൻ്റെ താഴെ നല്ല തെറി അഭിഷേകം നടത്തുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, ഇത് ഞാൻ മാത്രം പറയുന്ന വാക്കുകളല്ല. ഇപ്പോൾ വൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ വന്നിട്ടുള്ള ഒരു വാർത്ത എങ്ങനെയാണ്, മമ്മൂട്ടി മോഹൻലാലിനേക്കാൾ താഴെയല്ല, അങ്ങനെ താഴെ നിൽക്കണമെന്ന് ചിലർ കരുതുന്നുണ്ട്. ദാദാ സാഹേബ് അവാർഡിൽ ഗംഭീര ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് അതല്ലെങ്കിലും മലയാളികൾക്ക് ആർക്കെങ്കിലും അവാർഡ് കിട്ടി കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ചൊറിച്ചിലാണ്. ഇനിയിപ്പോ ഇത് മമ്മൂക്കയ്ക്കാണ് ഈ അവാർഡ് കിട്ടുന്നെങ്കിൽ ബാക്കി എല്ലാവർക്കും ചൊറിയും എന്നുള്ളതാണ്. എന്താ വലിയ പിടുത്തമില്ല. എന്നാലും ഒരു വാർത്ത ഇങ്ങനെ വന്നിട്ടുള്ളത്, ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദേ സാഹേബ് പുരസ്കാരം ലഭിച്ച മലയാളത്തിന് മഹാനടൻ മോഹൻലാലിന് അഭിനന്ദന പ്രവാഹമാണ്. അദ്ദേഹം അർഹനാണ്, 100% അർഹനാണ്. ഞാൻ അർഹനല്ല എന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അതേ സമയം തന്നെ ഇത് കിട്ടാൻ അർഹതയുള്ള ഇന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ചില വർഷങ്ങളിൽ ഈ അവാർഡ് ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാതെ 3 പേരൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ വർഷത്തിൽ. ആ വർഷത്തിൽ 3 പേരും ഇതേ അവാർഡിന് തുല്യമായിട്ട് അർഹരാണ് എന്ന രീതിയിൽ 3 പേരൊക്കെ സെലക്ട് ചെയ്ത് സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ്. എന്താ, രാഷ്ട്രീയ, സിനിമ, സാഹിത്യ, സാംസ്കാരിക രംഗങ്ങളെല്ലാം പ്രമുഖരെല്ലാം അദ്ദേഹത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മമ്മൂട്ടിയും ലാലിനെ അഭിനന്ദിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചു. യഥാർത്ഥ കലാകാരന് അർഹമായ അംഗീകാരം കിട്ടിയതിൽ അഭിമാനവും സന്തോഷവും എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ അതേസമയം മോഹൻലാലിന്റെ പുരസ്കാര നേട്ടം ആഘോഷിക്കുമ്പോഴും തുടർച്ചയായി പുരസ്കാരങ്ങളിൽ നിന്നും, പ്രധാന പുരസ്കാരങ്ങളിൽ നിന്നും മമ്മൂട്ടി തഴയപ്പെടുന്നത് വീണ്ടും ചർച്ചയാക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. അതായത് ഈ ഒരു അവാർഡ് കിട്ടാത്തതിനല്ല മമ്മൂക്കയെ കുറിച്ച് പറയുന്നത്, ഇതേപോലെ പ്രധാനപ്പെട്ട പല അവാർഡുകളും അദ്ദേഹത്തിന്റെ മൂക്കിൻ തുമ്പത്ത് വരെ വന്നെത്തി നിൽക്കുന്ന സംഗതി ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് തഴയപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ തവണത്തെ കേന്ദ്ര ഫിലിം അവാർഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണിയായിരുന്നു. അമാതിരി കോലം കെട്ട സിനിമകൾക്ക് സംഘി പ്രൊപ്പഗണ്ട, തീവ്ര ഹിന്ദുത്വ പ്രൊപ്പഗണ്ട, ആന്റി മുസ്ലിം പ്രൊപ്പഗണ്ട, ആന്റി കേരള പ്രൊപ്പഗണ്ടൊക്കെയുള്ള സിനിമകൾക്കായിരുന്നു കഴിഞ്ഞ തവണത്തെ ഈ ബെസ്റ്റ് ഫിലിം ആൻഡ് ബെസ്റ്റ് ആക്ടർ അവാർഡുകളൊക്കെ കൊടുത്തിരുന്നത്. അതിനെ ശക്തമായിട്ട് അത്തരം അവാർഡുകളൊക്കെ എതിർക്കുകയും ചെയ്ത ഒരു നടി നമ്മുടെ കേരളത്തിലുണ്ട്. അവരുടെ പേര് ഊർവശി എന്നാണ്. അതേസമയം തന്നെ എന്തുകൊണ്ട് നമ്മുടെ പൃഥ്വിരാജിനെ, എന്തുകൊണ്ട് നമ്മുടെ മമ്മൂട്ടിയെ ഒക്കെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നിട്ട് ചർച്ചകൾ അന്ന് മുതലേ നടക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ബാക്കി കേൾക്കാം കേട്ടോ. മോഹൻലാലിനെ പോലെ തന്നെ മമ്മൂട്ടിയും ഈ പുരസ്കാരങ്ങൾക്ക് അർഹനല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ മലയാളികൾ ചോദിക്കുന്നത്. നിരവധി പേരാണ് കടുത്ത അമർഷവും നിരാശയും പങ്കുവെക്കുന്നതെന്ന് ഈ വാർത്തയിൽ പറയുന്നു. ചില കമന്റുകൾ എങ്ങനെയാണ്, പ്രിയപ്പെട്ട കഴിഞ്ഞ കുറേ ദശകങ്ങളായി അംഗീകാരങ്ങളുടെ കാര്യത്തിൽ താങ്കൾക്ക് വിവേചനം നേരിടുന്നുവെന്നത് സങ്കടകരമാണ്. രാഷ്ട്രീയ പക്ഷപാതിത്വമാണ് ഇതിന് പിന്നിലെന്ന് അറിയാം. മോഹൻലാലിന് ഒട്ടും താഴെയല്ല താങ്കളുടെ സ്ഥാനം. എന്നാൽ ചിലർ അദ്ദേഹത്തിന് താഴെയാണ് താങ്കളെ കാണേണ്ടത് എന്ന് ചിന്തിക്കുന്നു എന്ന് എഴുതി വെച്ച ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതായത് മോഹൻലാലിനേക്കാൾ താഴെയാണ് മമ്മൂക്ക. അതിനൊന്നുകൂടി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഹിന്ദുവിനേക്കാൾ താഴെയാണ് ഒരു മുസ്ലിം എന്ന രീതിയിൽ തന്നെ ഇതിനെ വ്യാഖ്യാനിച്ച് കാണുന്ന ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് ഇപ്പോൾ എഴുതി തുടങ്ങിയിരിക്കുന്നു. അധികാരപ്പെട്ടവർ താങ്കളെ അവഗണിച്ചാലും സർവശക്തനായ ദൈവത്തിന് മുന്നിൽ സത്യം മറച്ചു വെക്കാനാവില്ല. താങ്കളുടെ അഭിനയ ജീവിതത്തിലെ അർപ്പണബോധത്തിന് ദൈവത്തിന് അനുഗ്രഹം ഇതിനോടകം ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേസമയം മോഹൻലാൽ എന്ന മഹാനായ കലാകാരന്റെ സംഭാവനകളെയും അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളെയും അഭിനന്ദിക്കാനും ഈ അവസരം ഉപയോഗിക്കട്ടെ. അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരാൾ ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്. ഒരേ സമയം മമ്മൂക്കയെയും അതേ തുല്യമായിട്ടുള്ള ഒരളവിൽ തന്നെ, അതേ തൂക്കത്തിൽ തന്നെ മോഹൻലാലിനെയും അദ്ദേഹം കാണുന്നുണ്ട്. രണ്ടുപേരും ഈക്വലാണ്. ഒന്നുകിൽ ഈ അവാർഡ് മോഹൻലാലും മമ്മൂട്ടിക്കും ഈക്വലായിട്ട് വിതരണം ചെയ്യണമായിരുന്നു എന്ന അഭിപ്രായം കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് നടത്താം. മോഹൻലാലിന് മാത്രം തിരഞ്ഞെടുക്കാത്ത മോഹൻലാലും മമ്മൂട്ടിയും ഒരേ സമയം ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹരായിക്കുന്നു കേൾക്കുമ്പോൾ അങ്ങനത്തെ വാർത്തക്ക് വിരച്ചിന്റെ സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കൂ. എജ്ജാതി ആഹ്ലാദമായിരിക്കും, എമ്മാതിരി എന്താ പറയാ രീതിയിലായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ തകർത്ത് തരിപ്പണമാവുക എന്ന് ആലോചിച്ച് നോക്കി. മലയാളികൾ ഒരു ഭയങ്കര സന്തോഷമായിട്ട് മാറിയിരിക്കും. പക്ഷേ
അത് അങ്ങനെ ആക്കരുത്, അല്ലെങ്കിൽ ആ രീതിയിൽ സംഗതി കൊണ്ടുപോകരുതെന്ന് ചില ആളുകൾക്ക് ചില രാഷ്ട്രീയ ബോധ്യമുള്ളതുപോലെ ഇതിന് പിന്നിൽ അങ്ങനെ ചില കളികൾ ഉള്ളതുപോലെ സോഷ്യൽ മീഡിയ ചില ആളുകൾക്ക് തോന്നുന്നുണ്ട്. നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. വേറൊരാള് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, അർഹതപ്പെട്ട എത്ര അവാർഡുകൾ നിങ്ങൾക്ക് വർഗീയ രാഷ്ട്രീയം കാരണം നിഷേധിക്കപ്പെടുന്നത് എന്നായിരുന്നു. മറ്റൊരു കമന്റ്, നിങ്ങൾക്ക് കേന്ദ്ര ബഹുമതിയോ അവാർഡോ കിട്ടുകയില്ല. ഇപ്പോഴത്തെ BJP സർക്കാർ ഉള്ളിടത്തോളം തഴയപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളെ പേരും രാഷ്ട്രീയവും പിന്നെ സംഖ്യകളെ പ്രീണിപ്പിക്കാൻ നിൽക്കുകയും വേണം. നിങ്ങൾക്കുള്ള ബഹുമതി ജനങ്ങളുടെ മനസ്സിൽ എത്രയോ പ്രാവശ്യം തന്നു കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ മോഹൻലാലിന്, താങ്കളും അർഹതപ്പെട്ടവൻ ആയതുകൊണ്ട്. മോഹൻലാലിന് കിട്ടേണ്ട അവാർഡുകളും ദാദാ സാഹിബ്, പത്മ അങ്ങനെയുള്ള അവാർഡുകൾ കൂടാതെ കിട്ടാൻ ഒരു അർഹതയില്ലാത്ത അവാർഡുകളും, മുരുകൻ, മുന്തിരിവള്ളി എന്നുള്ള സിനിമകൾക്കൊക്കെ അവാർഡ് കിട്ടിയത് എല്ലാം തന്നെ സംഘപരിവാർ ഗവൺമെന്റിന്റെ കാലത്ത് ഒട്ടും വൈകാതെ എത്തുന്നു. അതേസമയം ഈ ഇൻഡസ്ട്രിയിൽ മറ്റൊരാൾ മരിച്ച് അഭിനയിച്ചിട്ടും സിനിമ അവാർഡിലേക്കോ പത്മ അവാർഡിലേക്കോ പരിസരത്തെ പോലും അടുപ്പിക്കുന്നില്ല. അത് നമ്മുടെ പൃഥ്വിരാജിനെയാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളും സംഘപരിവാർ ഒഴികെയുള്ള രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകന്മാരും ഒന്നായി വാദിച്ചിട്ടും ഫലം 0 മാത്രം. നോമിനേഷൻ അയക്കാം എന്ന് മാത്രം. അവാർഡ് നേടിയ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ എന്ന രീതിയിൽ ഭയങ്കര അധികം നെഗറ്റിവിറ്റിയോട് കൂടിയിട്ടുള്ള എഴുത്തുകളും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ പിന്നെ എന്റെ നെഞ്ചത്തേക്ക് മാത്രം കയറുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ചില സംശയങ്ങൾ അപ്പുറത്തുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ അവാർഡുകൾ നിരന്തരമായിട്ട് ഈ മനുഷ്യൻ കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലെ ചില ആളുകൾക്കെങ്കിലും ഇത്ര സംശയം വന്നാൽ നമുക്ക് എങ്ങനെ ഒരു കുറ്റം പറയാൻ പറ്റുന്നത്? കുറ്റം പറയാൻ പറ്റില്ല. ഈ പുരസ്കാരം നിങ്ങൾ രണ്ടുപേരും അർഹിക്കുന്നുണ്ട്. നിങ്ങളെ പരിശ്രമങ്ങൾ തുല്യമാണ്. ഇങ്ങനെയൊക്കെ ഈ ഒരു എഴുത്തുകൾ പോകുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, പത്മ പുരസ്കാരങ്ങളിൽ നിന്നും മമ്മൂട്ടി തഴയപ്പെട്ടു എന്നുള്ള വികാരം നേരത്തെ തന്നെ ഇവിടെ ചർച്ചയായിരുന്നു. 1998 മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നു. ഇതിനുശേഷം പലവട്ടം അദ്ദേഹത്തിന്റെ പേര് പത്മഭൂഷൺ, പത്മവിഭൂഷൺ പട്ടികയിൽ പരിഗണയ്ക്ക് വന്നെങ്കിലും അവസാനം തഴയപ്പെടുകയായിരുന്നു. മമ്മൂട്ടിയെ നിരന്തരം തഴയുന്നതിന് പിന്നിൽ രാഷ്ട്രീയവും സാമുദായികപരവുമായ കാരണങ്ങളുണ്ടെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ പലരും അഭിപ്രായപ്പെടുന്നത്. കേരളം പലപ്പോഴായി മമ്മൂട്ടിയുടെ പേര് നിർദ്ദേശിച്ചിട്ട് പോലും തഴയപ്പെടുകയാണെന്ന് മുൻപ് ജോൺ ബ്രിട്ടാസ് MP ആരോപിച്ചിരുന്നു. കൃത്യമായിട്ട് തെളിവുകളോട് കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു വർത്തമാനം ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന വാർത്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു യഥാർത്ഥ മുഖത്തോടു കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. അതിന് എന്റെ നെഞ്ചത്തേക്ക് കയറിയിട്ട് എന്താണ് കാര്യം? പറഞ്ഞ പോലൊക്കെ തന്നെ മോഹൻലാലിനേക്കാൾ താഴെയൊന്നുമല്ല മമ്മൂക്ക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മോഹൻലാലിന് കിട്ടുന്ന അവാർഡ് ഒരേ സമയം തന്നെ മമ്മൂട്ടിക്ക് കൂടി കിട്ടുമായിരുന്നെങ്കിലോ, മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരേ സമയം ദാദേ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന ആ ഒരു നിമിഷത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. ബൈ.